ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. നിങ്ങൾ അവളെ അവിടെ രഹസ്യമായി കൊണ്ടുപോയത് താലി ചാർത്താനായിരുന്നു. നീ എന്തൊക്കെ ഭ്രാന്തടി വിളിച്ചു പറയുന്നേ? വേണ്ട, എന്നെ വെറുതെ ഭ്രാന്തിയാക്കണ്ട. ഇത് ആരുടെ ഐഡിയ ആയിരുന്നു? ഞാൻ ഡിസ്ട്രിക്ട് കളക്ടർ ആയതുകൊണ്ട് ഇവിടെ വെച്ച് നടത്തിയ ഞാൻ അറിയുമല്ലോ അല്ലേ? സർ, റിപ്പോർട്ട് ഞാൻ അയച്ചിട്ടുണ്ട്. കോടതിയിൽ നിന്നും ഇനി അനുകൂല റിപ്പോർട്ട് വന്നാലേ ഇനി മുന്നോട്ട് പോകാനാവൂ. നമ്മൾ ഈ കേസിൽ ഉദാസീനത കാണിക്കുന്നു തോന്നാത്ത രീതിയിൽ വേണം കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യാൻ. ഞാൻ ഈ കൂടെ വിളിക്കുന്നതിന്റെ പിന്നിലും രാഷ്ട്രീയ സ്വാധീനം തന്നെയാണെന്ന് വെച്ചു. നമുക്കിപ്പം മറ്റാരെ ഇത് ബോധ്യപ്പെടുത്തണ്ട. സർക്കാരിന്റെ ഭൂമി സർക്കാരിന്. അത് മാത്രം മനസ്സിൽ വെച്ചുകൊണ്ട് ശാലിനി മുന്നോട്ട് പോയാൽ മതി. ഓക്കെ സർ, ശരി. അനു, അനു, ഇതെന്താ അനു? അനുവിനെ ഞാൻ എന്തിനാ ഇവിടെ നിർത്തിയിരിക്കുന്നത്? മാഡം, അത് പിന്നെ ചോദിക്കാതെയും പറയാതെയും എന്തിനാ ആളുകളെ അകത്തേക്ക് കയറ്റിവിടുന്നേ? ഇത് കളക്ടറുടെ ക്യാബിനാ. ഇവിടെ ഒരാൾ കയറി വരുന്നതിന് കൃത്യമായിട്ട് അനുവാദം വാങ്ങിച്ചിരിക്കണം. ഇത് ചന്തയല്ല, തോന്നുന്ന പോലെ എല്ലാവർക്കും കയറി ഇറങ്ങാനായിട്ട്. അതെ അതെ അതെ, എന്നോട് എന്തെങ്കിലും പറയാണ്ടെങ്കിൽ എന്നോട് പറയണം. അല്ലാതെ വെറുതെ കൊച്ചിനോട് ചൂടായിട്ട് കാര്യമില്ല കേട്ടാ. അനു, പോയിക്കോ. ഇത് ഞങ്ങൾ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള പ്രശ്നം. അനു പോയിക്കോ. പൊക്കോനു. അല്ല മാഡം പറയാതെ. മേഡത്തിന്റെ കെട്ടിയോനായി പറയുന്നേ. അനു പോയിക്കോ. ഒരാളും അനുവിന് ഒന്നും പറയാൻ പോകുന്നില്ല. ചെല്ലേ. ഇനി നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് അങ്ങോട്ട് കിടക്കാം. ഇന്നലെ രാത്രി ഞാൻ വന്നു. സ്വാഭാവികമായിട്ട് നീ എന്നോട് എന്തെങ്കിലും ചോദിക്കുന്നത് ഞാൻ കരുതി, പക്ഷെ ചോദിച്ചില്ല. ഇന്നും നീ എന്നോടൊന്നും ചോദിച്ചില്ല. തനിക്കെന്താ എന്നോടൊന്നും ചോദിക്കാനില്ലേ? ഇല്ല, എന്നോട് കാര്യങ്ങളൊന്നും പറയാതെയും തന്നിഷ്ടത്തിന് ഓരോ കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യുന്ന ഒരാളോട് ഞാൻ എന്ത് ചോദിക്കാനാ? ചോദിച്ചാൽ തന്നെ സത്യസന്ധമായി ഉത്തരം പറയില്ലല്ലോ. ശരി ശരി, അതവിടെ നിൽക്കട്ടെ. അല്ല, താനെന്താ വീട്ടിൽ നിന്ന് ആഹാരം കഴിക്കാതെ ഇറങ്ങിയേ? രാവിലെ കഴിച്ചില്ലെന്നാണല്ലോ ഞാൻ അറിഞ്ഞേ. അതെന്താ? നീ എന്താ നിരാഹാരങ്ങളൊക്കെ മഹാത്മാന്തര കൊച്ചുമോളാ? അല്ല, നീ എന്താ ഉദ്ദേശിക്കുന്നത്? എനിക്ക് മനസ്സിലാവുന്നില്ല. പറ. അല്ല, ഞാൻ എവിടെ പോയി എന്നുള്ള നിങ്ങളുടെയൊക്കെ ചോദ്യത്തിനുള്ള ഉത്തരം ഞാൻ ഒരിക്കൽ പറഞ്ഞതാ. അത് ഒരിക്കൽ കൂടി ആവർത്തിക്കണമെങ്കിൽ ഞാൻ ഒരിക്കൽ കൂടി ആവർത്തിക്കാം. എനിക്കൊന്നും കേൾക്കണ്ട. ഒരു നുണയും എന്നെ ആരും പറഞ്ഞു ബോധ്യപ്പെടുത്താനും വരണ്ട. എനിക്കെല്ലാം അറിയാം, എല്ലാവരെയും അറിയാം. ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ലോ, നമ്മൾ കാണാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായില്ലേ? അതെ അതെ അതെ, ഇനിയിപ്പോ പഴയ കഥകളൊന്നും എടുത്തിടേണ്ട കാര്യമില്ല. ഞാൻ ആകെ പാടെ ചെയ്ത ഒരു തെറ്റ്, പോകുമ്പോ തന്നെ വിളിച്ചിട്ട് എവിടേക്കാ പോകുന്നെന്ന് പറഞ്ഞില്ല. അത് പറയാൻ പറ്റില്ല. അതിപ്പോ അത്ര വലിയ തെറ്റായിട്ട് തോന്നുന്നെങ്കിൽ എന്നോട് അങ്ങോട്ട് ക്ഷമിക്കുക. അല്ല, ഇപ്പൊ എന്താ പറയാ? അപ്പോ എവിടെ പോയതാണെന്നാ പറഞ്ഞേ? ശിവകാശിയില്. ഇത് ഞാൻ വന്നപ്പോട്ട് തന്നോട് പറയുന്നല്ലേ. ആ ശരി, വിശ്വസിച്ചു. ഇനിയെങ്കിലും ഒന്ന് ഇറങ്ങിപ്പോ.
എനിക്ക് വേറെ ജോലിയുണ്ട് ഇവിടെ. ആ എന്താ പ്രകാശ്? ഞാൻ പറഞ്ഞില്ലേ എനിക്ക് മധുരയിൽ ഒരു ഹോസ്പിറ്റൽ വെച്ചൊരു കോൺഫറൻസ് ഉണ്ടെന്ന്. ഞാൻ അവിടെ നിന്നാ സംസാരിക്കുന്നേ. എന്നിട്ട് നീ ഇനി എന്നാ നാട്ടിലേക്ക് വരുന്നത്? അതിപ്പോ ഇത് തീർന്നാൽ ഉടൻ എത്തും. പക്ഷെ ഞാനിപ്പോ വിളിച്ചതേ ആ കാര്യം പറയാനല്ല. ഞാനിവിടെ ഹോസ്പിറ്റലിൽ വെച്ച് ഏട്ടനെ കണ്ടിരുന്നു. ഏതേട്ടന്? ചേച്ചിയുടെ ഹസ്ബൻഡ് വിഷ്ണു ഏട്ടനെ. വിഷ്ണു ഏട്ടനെ ഞാൻ ഇവിടെ വെച്ച് കണ്ടു. മധുരയിൽ വെച്ചോ? അതേന്നേ, പക്ഷെ സംസാരിക്കാൻ പറ്റിയില്ല. നിനക്കിനി ആളെങ്ങാനും മാറിയതാണോ? ഏയ്, എനിക്ക് വിഷ്ണുവിനെ കണ്ട അറിയില്ലേ. അന്ന് എന്നെ ചേച്ചി പരിചയപ്പെടുത്തി തന്നതല്ലേ. എന്തെങ്കിലും കാര്യത്തിനായിട്ട് വന്നതായിരിക്കും അല്ലേ? നീ വെച്ചോ. ആ ആ ശരി ചേച്ചി. വിഷ്ണുട്ടൻ എവിടേക്കാ പോയെന്ന് പറഞ്ഞ്? ശിവകാശിയിലേക്ക് അല്ലേ? അതിനെന്താ വല്ല സംശയമുണ്ടോ? മധുരയാണോ ശിവകാശി? എന്ത്? മധുരയിലാണോ ശിവകാശി എന്ന സ്ഥലമൊന്ന്? താനെന്തൊക്കെ പറയുന്ന രണ്ട് സ്ഥലമല്ലേ? അത് തന്നെയാ ഞാനും ചോദിക്കുന്നത്. ശിവകാശിയിൽ പോകുന്നു എന്ന് പറഞ്ഞിട്ട് വിഷ്ണുട്ടൻ എന്തിനു മധുരയ്ക്ക് പോയി? ഞാൻ മധുരൊന്നും പോയിട്ടില്ല. ആരാ പറഞ്ഞ ഈ പച്ചക്കള്ളമൊക്കെ? വിളിച്ചതേ പ്രകാശ. വിഷ്ണുട്ടനെ മധുരയിലുള്ള ഹോസ്പിറ്റലിൽ വെച്ച് അവൻ കണ്ടുവന്ന്. വിളിച്ച് സംസാരിക്കാൻ പറ്റില്ല എന്നും പറഞ്ഞു. പറ, നിങ്ങൾ എന്തിനാ ഇങ്ങനെ കള്ളം പറയുന്നേ? ദേ, സത്യം പറ. ആ രേഷ്മയും കൊണ്ടല്ലേ നിങ്ങൾ പോയത്? ഏത് രേഷ്മ? നിങ്ങളുടെ കൂടെ പഠിച്ച രേഷ്മ. അവള് മധുരയിലേക്കാ പോയതെന്ന് ഞാൻ അറിഞ്ഞു. ഏതൊരാണിന്റെ ഒപ്പമാ പോയെന്ന് അവളുടെ അയൽവക്കത്ത് ആരും പറഞ്ഞു. നിങ്ങൾ രണ്ടുപേരും കൂടി മധുരയിലെ വിവാഹം കഴിക്കാനാണോ പോയത്? നിങ്ങൾ അവളെ അവിടെ രഹസ്യമായി കൊണ്ടുപോയത് താലി ചാർത്താനായിരുന്നു. നീ എന്തൊക്കെ ഭ്രാന്താണ് വിളിച്ചു പറയുന്നേ? വേണ്ട, ദേ, എന്നെ വെറുതെ ഭ്രാന്തിയാക്കണ്ട. ഇത് ആരുടെ ഐഡിയ ആയിരുന്നു? ഞാൻ ഡിസ്ട്രിക്ട് കളക്ടർ ആയതുകൊണ്ട് ഇവിടെ വെച്ച് നടത്തിയ ഞാൻ അറിയുമല്ലോ അല്ലേ?